ബിഗ് ബോസിൽ ഒരു മോർണിംഗ് ടാസ്ക് നടന്നിരുന്നു. ഓമനപ്പേര് എന്നായിരുന്നു ടാസ്കിന്റെ പേര്. ഇഷ്ടമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു ഓമനപ്പേര് നൽകാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ഓമനപ്പേരെന്ന് കേട്ടപ്പോഴേ ഹൗസിലുള്ളവർക്ക് സന്തോഷമായി. അങ്ങനെ മുൻഷി രഞ്ജിത്ത് വന്നിട്ട് ആദിലയും നൂറയും തിരഞ്ഞെടുത്തിട്ട് അവരെ പൂമ്പാറ്റ എന്ന് വിളിച്ച്. ബിന്നിക്ക് ഇഷ്ടം സരിക ആയതുകൊണ്ട് മാധുരി എന്നും ഇഷ്ടമില്ലാത്തത് അനീഷിനെ ആയതുകൊണ്ട് ചൊറിയമ്പുഴു എന്നും വിളിച്ചു. അപ്പോൾ ശരത്ത് വന്ന് ആരിനെ ചിരിക്കുടുക്ക എന്ന് വിളിച്ചു. ഇഷ്ടമില്ലാത്തത് ബിൻസിക്ക് ഇഷ്ടമാണെങ്കിൽ അനുമോളെ, അവളെ അതുകൊണ്ട് പാവക്കുട്ടി എന്ന് വിളിച്ചു. നെവിനാണെങ്കിൽ ഇഷ്ടം അനുമോളെ ആയതുകൊണ്ട് ക്യൂട്ടി എന്നും അനീഷിനെ ഗ്രാമവാസി എന്നും വിളിച്ചു. പിന്നീട് റെന ഫാത്തിമ വന്ന് ഇഷ്ടമില്ലാത്തത് ഉനിയലിനെ ആയതുകൊണ്ട് അടുക്കള വീരൻ എന്നാണ് വിളിച്ചത്. ഉനിയലിനെ റെനയായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് സിർലാക്ക് എന്നും അനീഷിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് റേഡിയോ എന്നും വിളിച്ചു. പിന്നീട് അക്ബർ വരികയും ഉനിയലിനെ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് വിളിക്കുകയും ഇഷ്ടമില്ലാത്ത രേണുവിനെ ആയതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുകയും ചെയ്തു. പിന്നീട് ഷാനവാസ് വന്നിട്ട് അക്ബറെ ടുട്ടുമോൻ എന്ന് വിളിച്ച് ഇഷ്ടമില്ലാത്ത രഞ്ജിത്തിനെ ഫ്രീക്കൻ എന്നും വിളിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ വന്നിട്ട് അനുമോളെ തിരഞ്ഞെടുത്തിട്ട് പിങ്കി എന്നും ഇഷ്ടമില്ലാത്ത അനീഷിനെ ടിൻഡുമോൻ എന്നും വിളിച്ചു. അഭിലാഷിന് ഏറ്റവും ഇഷ്ടമുള്ള ഉനിയലിനെ ആയതുകൊണ്ട് മച്ചാനെ എന്നും ഇഷ്ടമില്ലാത്ത രഞ്ജിത്തിനെ ആയതുകൊണ്ട് ഇരുതല മൂരി എന്നും വിളിച്ചു. ശാരിയയ്ക്കിഷ്ടം ആദിലെ നൂറയായിരുന്നു, അതുകൊണ്ട് അവരെ ബ്ലൂ ലഗൂൺസ് എന്നും ഇഷ്ടമില്ലാത്ത അനീഷിനെ അട്ടർ വേസ്റ്റ് എന്നും വിളിച്ചു. പിന്നീട് വന്ന രേണു ആണെങ്കിൽ ആദിലെ നൂറെ മിട്ടു മിന്നു എന്ന് വിളിച്ച് ഇഷ്ടമില്ലാത്ത അക്ബറയാണെങ്കിൽ ഏട്ടപ്പട്ടി എന്നും വിളിച്ചു. അതിനുശേഷം അനുമോൾ വരികയും നെവിനെ ഉണ്ണിക്കുട്ടൻ എന്നും ഇഷ്ടമില്ലാത്ത അക്ബറെ പാഷാണത്ത് കൃമി എന്നും വിളിച്ചു. ഗിസൈൽ വന്നിട്ടാണെങ്കിൽ ആരിനെ കൺമണി എന്നും ശരത്തിനെ ആണെങ്കിൽ റൗഡി എന്നും വിളിച്ചു. പിന്നീട് സരിക വന്നിട്ട് മുൻഷിയെ ആക്റ്റീവ് എന്നും ഇഷ്ടമില്ലാത്ത റെന ഫാത്തിമയെ 2K കിഡ് എന്നും വിളിച്ചു. പിന്നീട് വന്നത് ആദിലെ നൂറയായിരുന്നു. ആദിലേക്ക് നൂറയ്ക്ക് ശരത്തിനെ ഇഷ്ടമായതുകൊണ്ട് അണ്ണാറക്കണ്ണൻ എന്നും ഇഷ്ടമില്ലാത്ത അനീഷിനെ ആയതുകൊണ്ട് തന്നെ മിസ്റ്റർ അപ്പി എന്ന് വിളിച്ചു. അവസാനം അനീഷ് വന്നിട്ട് റെന ഫാത്തിമയെ ഇഷ്ടമായതുകൊണ്ട് പൂവെന്നും ഇഷ്ടമില്ലാത്ത അനുമോളെ ചതിയെത്തി എന്നും വിളിച്ചു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനോട് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ആ ഹൗസിലുള്ള ഭൂരിഭാഗം പേർക്കും ഇഷ്ടമില്ലാത്തത് അനീഷിനെ ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇരട്ടപ്പേര് വീണതും അനീഷിന് തന്നെയായിരുന്നു.